നമസ്കാരം. എൻ്റെ ജയമോഹൻ സാറെ, സത്യം പറഞ്ഞാൽ സങ്കടം തോന്നുന്നു. സാറിനെ പോലെ ഒരാൾ ഒരു സിനിമ കണ്ടിട്ട് മലയാളികളെ മുഴുവൻ ഇതുപോലെ മോശമായിട്ട് മദ്യപന്മാരാണെന്നൊക്കെ പറയുന്നത് ഒരിക്കലും അങ്ങേപ്പോലെ ഒരു പ്രതിഭയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു പ്രതികരണമായിരുന്നില്ല. അങ്ങയുടെ തമിഴ് ബ്ലോഗ് വായിച്ചിട്ടില്ല, കാരണം തമിഴ് അറിയാത്തതുകൊണ്ട് അതിൻ്റെ മലയാളം വേർഷനൊക്കെയാണ് കാണാൻ സാധിച്ചത്. അതിന് പ്രകാരം അങ്ങയുടെ ബ്ലോഗിൽ നമ്മുടെ ഈ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ വല്ലാതെ അങ്ങനെ ബുദ്ധിമുട്ടിച്ചു, അല്ലെങ്കിൽ മലയാളികളെല്ലാം ഇങ്ങനെ കള്ളുകുടിച്ച് ബോധമില്ലാതെ നടക്കുന്നവരാണെന്നും അല്ലെങ്കിൽ വണ്ടിയുടെ സൈഡിൽ എപ്പോഴും ശ്രദ്ധ കാണുമെന്നും എന്നൊക്കെ പറഞ്ഞ് വളരെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഒരു വർഷം ഒരു 20 ആനയുടെയെങ്കിലും കാലിൽ നമ്മുടെ മലയാളികളായിട്ടുള്ള ആൾക്കാർ പോകുന്ന മദ്യക്കുപ്പികൾ പൊട്ടിച്ച് ചില്ല് കയറാറുണ്ടെന്നും ഇങ്ങനെ നിരവധി കാര്യങ്ങളാണ് അങ്ങ് പറഞ്ഞിരിക്കുന്നത്. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഒരിക്കൽ കൂടെ പറയുന്നത് വിഷമം കൊണ്ട് പറയുകയാണ്. അങ്ങനെ വിമർശിക്കാനൊന്നും ഞാൻ ആളല്ല. അങ്ങ് മലയാളികളും ഇഷ്ടപ്പെടുന്ന ഒരു സാഹിത്യകാരൻ, ഒപ്പം തന്നെ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമാ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ സാർ, മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിലെ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ സിനിമയുടെ സ്വഭാവത്തെ വെച്ചുകൊണ്ട് മലയാളികൾ എല്ലാവരും ഇതുപോലെ മദ്യപന്മാരാണെന്നോ അല്ലെങ്കിൽ ലഹരിക്കടിമയാണെന്നോ ഒക്കെയുള്ള ഒരു സാമാന്യവൽക്കരിച്ച് പറഞ്ഞത് അങ്ങനെപ്പോലെയുള്ള ഒരാളിൽ നിന്നും നമ്മൾ പ്രതീക്ഷിച്ച ഒരു കാര്യമായിരുന്നില്ല. ഒരു സിനിമയായിട്ട് തന്നെ കാണുന്നതായിരുന്നില്ലേ നല്ലത്. പിന്നെ ഈ സിനിമയിലെ കള്ളുകുടിയുടെയോ അല്ലെങ്കിൽ മദ്യപാനത്തിന്റെയോ ലഹരിയുടെയൊക്കെ കഥ പറയുകയാണെങ്കിൽ അത് മലയാള സിനിമയിൽ മാത്രമാണോ ഉള്ളത്? അങ്ങ് കൂടുതൽ ചെയ്യുന്ന തമിഴ് സിനിമകളിലും എത്രയോ മദ്യപാന രംഗങ്ങളും ഒക്കെ നമ്മൾ കാണാറുണ്ട്. അടുത്തിടെ ഇറങ്ങിയ അല്ലെങ്കിൽ കുറച്ച് വർഷം മുൻപ് ഇറങ്ങിയ തമിഴ് സൂപ്പർ സ്റ്റാർ വിജയ് സാറിന്റെ ഒരു സിനിമയിൽ മാസ്റ്റർ എന്ന് പറയുന്ന സിനിമ അദ്ദേഹം ഒരു മദ്യപനായിട്ടാണ് അഭിനയിച്ചത്. അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ പേര് തന്നെ JD എന്നായിരുന്നു. JD എന്ന് പറഞ്ഞാൽ കഥാപാത്രത്തിന്റെ പേരുണ്ടായിരിക്കും, പക്ഷെ JD എന്നൊരാൾക്ക് പേരിടുമ്പോൾ, അത് മദ്യപന ഒരാൾക്ക് പേരിടുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്ന എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ സിനിമയെ അല്ലെങ്കിൽ ഒരു സാഹിത്യ സൃഷ്ടിയെ അതായിട്ട് കാണുന്നതായിരുന്നു നല്ലത്. ഒരു സിനിമ കണ്ട് ഒരാൾക്ക് ഇഷ്ടപ്പെടാനും അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അതല്ലല്ലോ ഒരു സിനിമയുടെ പേരിൽ മറ്റു പല രീതിയിലേക്കും പോകുന്ന ഒരു പ്രയോഗം. താങ്കളുടെ ഭാഗത്ത് ഉണ്ടായത് മലയാളി എന്നുള്ള നിലയിൽ ഒരുപാട് വിഷമമുണ്ട്. ഇനിയിപ്പോ നമുക്ക് ശാസ്ത്രീയമായിട്ട് ഞാനൊരു ഈ മദ്യത്തിന്റെ കൺസംഷനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു ഗൂഗിളിംഗ് നടത്തി നോക്കിയായിരുന്നു. അപ്പൊ കഴിഞ്ഞ, അതായത് 2022 ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന ഒരു സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിക്കുന്ന സംസ്ഥാനങ്ങൾ അരുണാചൽ പ്രദേശ്, തെലങ്കാന, സിക്കിം, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്, മണിപ്പൂർ, ഗോവ, ഛത്തീസ്ഗഡ് തുടങ്ങിയ സ്ഥലങ്ങളാണ്. ഇവിടെയൊന്നും അങ്ങേ പറയുന്ന ശ്രദ്ധിച്ച് പുറത്തേക്ക് പോകുന്ന മലയാളികൾ ഒന്നും ഇതിനകത്തില്ല. ഒരുപക്ഷെ അങ്ങ് അരുണാചൽ പ്രദേശോ തെലങ്കാനയിലോ പോകാത്തതുകൊണ്ടായിരിക്കാം ഈ വാഹനത്തിൽ ശ്രദ്ധിച്ചു പോകുന്നവരോ അല്ലെങ്കിൽ വഴി കുപ്പികളൊക്കെ കാണാത്തത് എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇത് ശാസ്ത്രീയമായ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങേക്ക് ഒരുപക്ഷെ ഇത് അങ്ങേക്കല്ല, നിങ്ങൾക്ക് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഈ റിസർച്ച് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഇങ്ങനെ അടച്ചാക്ഷേപിക്കുന്നതിന് പകരം ഇതുപോലെയുള്ള ശാസ്ത്രീയമായി ഏതെങ്കിലും ഒരു സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ കുറെ കൂടെ നന്നായനെ. സാധാരണ മലയാള ഭാഷയിൽ പറയുകയാണെങ്കിൽ, ഒരു പ്രയോഗത്തിൽ പറയുകയാണെങ്കിൽ ഇതൊരു മാതിരി വെള്ളമടിച്ച് പറയുന്ന പോലത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിപ്പോയി. കുറച്ചുകൂടെ ആധികാരികമായിട്ട് താങ്കളെപ്പോലെ ഒരാൾ ഇതിനകത്ത് നോക്കിയതിനു ശേഷം ഈ പറഞ്ഞ പോലെ നമുക്ക് സാമാന്യവൽക്കരിച്ച് പറയുന്നതായിരുന്നു ഉചിതം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.